ഈ തുണിക്കടയിലാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ ആളുകൾക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്, അതായത് തീ പടർന്ന ഉടനെ മാറ്റുകയായിരുന്നു, അതെങ്ങനെയായിരുന്നു? സ്വാഭാവികമായിട്ടും ഇന്ന് ഞായറാഴ്ചയാണ്. ഇതൊരു ഹോൾസെയിൽ സ്ഥാപനമായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഞായർ അവധി ദിവസം എന്ന നിലയിൽ തന്നെ മറ്റ് ക്രമീകരണങ്ങൾ, അതായത് കൂടുതൽ വ്യാപാരങ്ങളൊന്നും നടക്കാനുള്ള സാധ്യതകളില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു ദിവസമല്ല ഇത്തരം സ്ഥാപനങ്ങൾക്ക് എന്നുള്ളത് കൊണ്ട് തന്നെ അതാണ് ഇത്തരത്തിൽ ആളുകൾക്ക് അത്തരം രീതിയിൽ അപായമൊന്നും സംഭവിക്കാത്ത രീതിയിൽ തീപിടുത്തം ഉണ്ടായപ്പോൾ സംഭവിക്കാതിരിക്കാനുള്ള പ്രധാന കാരണമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി മറ്റാർക്കെങ്കിലും ഇത്തരം പരുക്കുണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും കൂടുതൽ ഫയർ യൂണിറ്റുകൾ ഇവിടെ എത്തിച്ചേരുന്നു. അതുകൊണ്ട് തന്നെ തീ നിയന്ത്രണ വിധേയമാക്കാൻ കൂടുതൽ സമയം വേണ്ടിവരും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരം കൂടുതൽ ഫയർ യൂണിറ്റുകൾ വേണ്ടിവരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കൂടുതൽ ഫയർ യൂണിറ്റുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും തീ കെടുത്താനുള്ള അക്ഷീണ ശ്രമത്തിലാണ്. പക്ഷേ കനത്ത പുക ഈ ഭാഗത്ത് ഇപ്പോൾ നഗരത്തിൽ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ തുണി കത്തിയതിൻ്റെ ഗന്ധമാണ് 2 കിലോമീറ്റർ അപ്പുറത്ത് വരെ നമുക്ക് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ വലിയ തരത്തിലുള്ള തീപിടുത്തമാണ് ഉണ്ടായതെന്ന് പലയിടങ്ങളിൽ നിന്നും ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് പോലും പെട്ടെന്ന് പൊടുന്നനെ നഗരത്തിലുണ്ടായ ഈ ഗതാഗത തടസ്സവും ഈ ബഹളവും കരിഞ്ഞ മണവും പുകപടലവും ഒക്കെ പലയിടങ്ങളിലെ ആളുകളെ വലിയ ആശങ്കയിലാക്കിയിട്ടുണ്ട്. ഇപ്പോഴാണ് ആളുകൾ ഇത്തരം വലിയൊരു തീപിടുത്തം ഈ പുതിയ സ്റ്റാൻഡിൽ ഉണ്ടായി എന്നൊക്കെ അറിയുന്നത്. പലരും നഗരത്തിലുള്ള പല ആളുകളും വലിയ ആശങ്കയോടെ എവിടെയാണ്, ബസ്സിലാണോ എന്നൊക്കെ തരത്തിൽ പരസ്പരം സംസാരിക്കുന്നത് കേൾക്കാം. എന്തായാലും അത്തരം ആശങ്കകൾ കൂടിയുണ്ട്. ഈ നഗരത്തിലാണ്, ഞായറാഴ്ചയാണ്, അത്തരത്തിൽ നഗരത്തിലേക്ക് ഇറങ്ങുന്ന ആളുകൾ ഉൾപ്പെടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇടമായി എത്തിച്ചേരുന്ന സ്ഥലമാണ് പുതിയ ബസ് സ്റ്റാൻഡ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആശങ്കയും പൊതുവേ ഉണ്ട്. എന്നാലും ആ ആശങ്കയ്ക്കൊന്നും നിലവിൽ അങ്ങനെ അടിസ്ഥാനമില്ല. കാരണം ആളുകൾക്ക് അപായം ഉണ്ടായിട്ടില്ല എന്നാണ് ഈ പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുണിത്തരങ്ങൾക്ക് തീപിടിച്ചു. മറ്റുള്ള ആളുകളെയൊക്കെ വളരെ പൊടുന്നനെ അവിടുന്ന് മാറ്റാൻ സാധിച്ചു. ശേഷിച്ച് അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരെ ഉൾപ്പെടെ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർക്ക് ഏതെങ്കിലും തരത്തിൽ പരിക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കാനായിട്ടില്ല. എന്നാലും ആർക്കും അപായമില്ല, പരിക്കില്ല എന്നാണ് പ്രാഥമികമായി ഇവിടെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരും പോലീസും ഉൾപ്പെടെ പറയുന്നത്. എന്തായാലും തീ പടർന്നു പിടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഫയർ യൂണിറ്റുകൾ ഇങ്ങോട്ടെത്തുന്നു. തീ അണയ്ക്കാനുള്ള അക്ഷീണ പ്രയത്നം ഇപ്പോഴും തുടരുകയാണ്. ഒരു 5 മണിക്ക് ശേഷമാണ് നേരിയ പുക ഉയർന്നു കണ്ടത്. വളരെ പൊടുന്നനെ തന്നെ തീ പടർന്ന് മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുകയായിരുന്നു. ഈ കെട്ടിടത്തിൻ്റെ തന്നെ വലിയ ഹോൾസെയിൽ സ്ഥാപനമാണ് തുണിത്തരങ്ങളുടെ. അതുകൊണ്ട് തന്നെ മറ്റ് തുണിത്തരങ്ങളിലേക്ക് തീ പിടിക്കുകയും കൂടുതൽ ആളിക്കത്തുകയുമായിരുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രാഥമികമായി ഷോർട്ട് സർക്യൂട്ട് ആവാം ഈ തീപിടുത്തത്തിന് കാരണമെന്നാണ് മനസ്സിലാവുന്നത്. തീ പടർന്നത് മുകൾ നിലയിലെ തുണിക്കടയിൽ മാത്രമാണോ, അത് താഴേക്ക് പടർന്നിട്ടുണ്ടോ? ആ തരത്തിൽ എന്തെങ്കിലും സ്ഥിരീകരണം ലഭിക്കുന്നുണ്ടോ? അഖില, തീർച്ചയായും ഇത് കാരണം ആ ജാഗ്രതയാണ് ഇപ്പോൾ ഈ തീ അണയ്ക്കുന്ന എല്ലാ യൂണിറ്റുകളിലെ ഉദ്യോഗസ്ഥരും സന്നദ്ധ പ്രവർത്തകരൊക്കെ ശ്രമിക്കുന്നത്. കാരണം മറ്റ് സ്ഥാപനങ്ങളിലേക്ക്, ഇതൊരു തുണി ഹോൾസെയിൽ വസ്ത്ര വ്യാപാര സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ അവിടെ പിടിച്ച തീ വളരെ പടരാനുള്ള സാധ്യത, വ്യാപിക്കാനുള്ള സാധ്യത മുൻനിർത്തിക്കൊണ്ട് തന്നെ മറ്റിടങ്ങളിലേക്ക് തീ പടരാതിരിക്കുന്നത്. ഇതിൻ്റെ ചുറ്റും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളുണ്ട്, കോഫി ഷോപ്പുകൾ തുടങ്ങിയ ഭക്ഷണശാലകളൊക്കെ തന്നെ താഴത്തെ നിലകളിലും ഇരുഭാഗങ്ങളിലും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനോട് തൊട്ട് ചേർന്ന് ഇതുപോലെ തന്നെ വിവിധ തുണിത്തരങ്ങൾ ഒക്കെ തന്നെ ഉണ്ട്, തുണിശാലകളൊക്കെ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയും ഒരു ആശങ്കയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തീ അണയ്ക്കുന്നതിനൊപ്പം തന്നെ തീ മറ്റിടങ്ങളിലേക്ക് പടരാതിരിക്കാനുള്ള ഒരു ശ്രമമാണ്, മുൻകരുതലാണ് ഇപ്പോൾ ഈ തീ അണയ്ക്കുന്നവർ ഇതേ ഘട്ടത്തിൽ ഈ സമയത്ത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് കാരണം ഇനി ഇത്രയും നേരമായിട്ടും ഈ തീ പടർന്ന ഭാഗങ്ങളിലേക്ക് നേരിട്ട് പ്രവേശിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായില്ല. ഇപ്പോൾ താഴത്തെ നിലയിലെ ഇതിനോട് ചേർന്നിട്ടുള്ള താഴത്തെ നിലയിലെ ഒരു ഭാഗത്തെ തീയാണ് ഈ തീ ഏകദേശം പൂർണ്ണമായും കെടുത്താൻ സാധിച്ചു എന്ന തരത്തിലുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉള്ളത്. അങ്ങോട്ട് പ്രവേശിക്കാനുള്ള സാധ്യതയും ഈ ഘട്ടത്തിൽ അവർ ആരായുന്നുണ്ട്. എന്തായാലും കൂടുതൽ യൂണിറ്റുകൾ തീയണയ്ക്കാൻ എത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. തീ പടരുക തന്നെയാണ്. ഇതുവരെയും ഈ തീ പിടിച്ച ഭാഗത്തു നിന്ന് അല്പം മാറി നടുഭാഗത്ത്
ഇപ്പോഴും തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. മുകൾ നിലയിൽ ആണ് ഈ തീ പടർന്നിട്ടുള്ളത്. താഴെ നിലയിലെ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് തീ പടരാതിരിക്കാനുള്ള വലിയ ജാഗ്രതയിലാണ് പോലീസ് ഉദ്യോഗസ്ഥരും സന്നദ്ധ പ്രവർത്തകരും. തീ അണയ്ക്കുന്ന മുഴുവൻ ആളുകളും, ഈ രക്ഷാപ്രവർത്തനത്തിൽ പെട്ടിട്ടുള്ള മുഴുവൻ ആളുകളും അത്തരത്തിലുള്ള ജാഗ്രതയിലാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. മറ്റിടങ്ങളിലേക്ക് ഒന്നും തന്നെ തീ പടരാനുള്ള യാതൊരു സാധ്യതകളുമില്ല. അതൊക്കെ സുരക്ഷിതമാക്കിയിട്ടുണ്ട്. ഈ പ്രദേശത്തെ വൈദ്യുതി ബന്ധമെല്ലാം തന്നെ പൂർണ്ണമായും വിച്ഛേദിച്ചിട്ടുണ്ട്. എന്തായാലും തീ കൂടുതൽ പടർന്നു പിടിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പം മനസ്സിലാവുന്നത്. എന്തായാലും മറ്റിടങ്ങളിലേക്ക് പടർന്നു പിടിച്ചിട്ടില്ല. ഈ വസ്ത്രസ്ഥാപനത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക്, ഈ വസ്ത്രസ്ഥാപനത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. മറ്റിടങ്ങളിലേക്കും ഈ ബസ് സ്റ്റാൻഡിൻ്റെ നിരവധി ഭാഗങ്ങൾ ഈ ഹോൾസെയിൽ വസ്ത്ര വ്യാപാരത്തിൻ്റെ വിവിധ ഷോറൂമുകളാണ്. അതുകൊണ്ട് തന്നെ ശരി, പുതിയ ബസ് സ്റ്റാൻഡിലെ തുണിക്കടയ്ക്കാണ് തീ പിടിച്ചത്. കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് എന്ന സ്ഥാപനത്തിനാണ് ഇപ്പോൾ തീ പിടിച്ചിട്ടുള്ളത്. വലിയ അഗ്നിബാധയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. വലിയ രീതിയിൽ പുക പടരുന്നു. അത് നിയന്ത്രണ വിധേയമാക്കാൻ വിവിധയിടങ്ങളിൽ നിന്നായിട്ടുള്ള വിവിധ ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുള്ളത്. തീയണയ്ക്കൽ ശ്രമം തുടരുകയാണ്. ആർക്കും സംഭവത്തിൽ പരിക്കുകളോ ആളപായമോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതുവരെ. അതിന്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു രതീഷ് വാസുദേവൻ.